അതാണ് നമ്മളിടത്തിലെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് അച്ചീവ്മെന്റ്. ജൂലൈ 6-ാം തീയതിയാണ് അവരുടെ കല്യാണം. ഗുരുവായൂർ വെച്ചിട്ടാ. നിന്റെ ബർത്ത്ഡേ നിന്റെ ബർത്ത്ഡേ അവര് കല്യാണ. അപ്പൊ നമ്മളിടത്തിൽ ഒന്ന് പരിചയപ്പെട്ടതാണ് അവര്. അപ്പൊ അങ്ങനെ നമ്മളിടം ഒരു മാട്രിമോണി ആയിട്ടും പക്ഷെ അത് ഭയങ്കരമായിട്ട് അത് പെട്ടെന്ന് സെറ്റായ ഒരു സംഭവമാണ്. നമ്മളിടം തുടങ്ങിയിട്ട് 3 കൊല്ലായില്ലേ. ജൂലൈ 12-ാം തീയതി ശരിക്കും ബാക്ക് സപ്പോർട്ട് ആയിട്ട് നിൽക്കുന്നത് പ്രവാസികളാ. ഈ തമ്മിലിടത്തിൽ 2000 പേര് രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്നതില് ഒരു 500 പേരോളം പ്രവാസികളാ. അവരൊന്നും തന്നെ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. അന്ന് എങ്ങനെ എത്ര അധികം ആൾക്കാർ വന്നു എനിക്കത് ഇപ്പോഴും അതിശയാ. 45-50 പേരൊക്കെ എങ്ങനെ ഇത്ര പരിചയമില്ലാത്ത ആൾക്കാർ ഒരുമിച്ച് കൂടി വന്ന് ബോണ്ടാവണേ. അപ്പൊ ഈ വരണവർക്ക് ഒരു പേടി ഉണ്ടാവില്ല, എന്താണ് നമ്മളിടം, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് എന്തുട്ടാണ് ചെയ്യുക, അല്ലെങ്കിൽ പരിചയമില്ലാത്തവരുടെ കൂടെ എങ്ങനെയാണ് ചേരുക. ഇത് ഈ സ്കൂളിൽ ആദ്യമായിട്ട് ചേർന്നിട്ട് അവിടെ ഉള്ളവരായിട്ട് സെറ്റ് ആവോ എന്നുള്ള പോലെ അല്ല ശരിക്കും നമ്മളിടം. ശരിക്കും എങ്ങനെ സെറ്റ് ആവണം എല്ലാവരും. അത് സത്യം പറഞ്ഞാൽ നീ ഒരു കാര്യം ആലോചിക്കുക, ആരെങ്ങനെ റിസ്ക് എടുത്തിട്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്താം. അതെന്റെ സ്വഭാവത്തില് നിങ്ങളെല്ലാവരും പറയണ ഒരു ദൂഷ്യം ഉണ്ടല്ലോ, ആരായിട്ട് അറ്റാച്ച്മെന്റ് ഇല്ല അമ്മയ്ക്ക് എന്ന് പറയില്ലേ, അത് ഇവിടെ ഗുണം ചെയ്യും. സത്യം പറഞ്ഞാൽ നീ ആലോചിക്കുക, ആദ്യത്തെ ഒരു പരിപാടിക്ക് 45 പേര് വന്നു, പിന്നത്തെ മാസം വരുന്നത് വേറെ 45 പേരാ. ഇതിലത്തെ ചിലപ്പോ 5-6 പേരുണ്ടാവും, പക്ഷെ പിന്നത്തെ മാസം വേറെ വരണേ. അപ്പൊ അവരൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ് വേണം. അതായത് വന്നു അവരൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചു, അത് കഴിഞ്ഞാൽ പോയി, അത് കഴിഞ്ഞാൽ പിന്നെ വേറെ ആൾക്കാർ കൂടെ പോയി അവരായിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റണം. അങ്ങനെ അപരിചിതരായിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ആൾക്ക് മാത്രമേ ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ പറ്റുള്ളൂ. നീ പറഞ്ഞ പോലെ വരുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ ടെൻഷനൊക്കെ ഉണ്ടാവും, കാരണം ഒരു പരിചയമില്ലാത്ത കുറെ ആൾക്കാര്. പക്ഷെ അതുകൊണ്ട് കുറെ ഗുണമുണ്ട്. ഒരു പരിചയമില്ലാത്ത ആൾക്കാരാകുമ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കാം, ആരും നമ്മളെ ജഡ്ജ് ചെയ്യില്ല, അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട്. നിനക്കൊന്നും പറ്റില്ലല്ലോ അങ്ങനെ പെട്ടെന്നൊന്നും? എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാ, കാരണം അധികം ആൾക്കാർക്ക് അതൊരു പേടിയാ. ആദ്യമായിട്ട് വരുന്ന ആൾക്കാർ എങ്ങനെയാ ഐസ് ബ്രേക്കിംഗ് സെക്ഷൻ ഉണ്ട് ഇതില്? അത് നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ മറ്റേ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കണ്ടല്ലോ, ആ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ അതിൽ കൊണ്ടുവന്നിട്ട് ആൾക്കാരെ കൊണ്ടുവന്ന് ഇടുമ്പോഴും കുറച്ച് പേരൊക്കെ ഉണ്ടല്ലോ. എല്ലാ ഗ്രൂപ്പിലും കുറച്ച് വർത്താനം പറയണ കുറെ വർത്താന ചക്കികളും ചെക്കന്മാരും ഉണ്ടാവും. അവര് മാത്രം കണക്കണോണോണോന്ന് പറയും. പിന്നെ ബാക്കി 40 പേരും മിണ്ടാണ്ട് ഒരു അക്ഷരം മിണ്ടാണ്ട് ഇരിക്കുള്ളൂ. എല്ലാ ഗ്രൂപ്പിലും ഉണ്ടാവും കുറച്ച് പേര് വർത്താനം പറയണവര്, ബാക്കിയുള്ളവരൊന്നും മിണ്ടില്ല. പക്ഷെ അവരൊക്കെ നമ്മൾ ആ ഒരു നമ്മളുടെ ഗ്രൂപ്പിൽ കൊണ്ടുവന്നിട്ടിട്ട് പരമാവധി മിണ്ടിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ അധികം എന്താണ്ടാവുമെന്ന് അറിയോ, സ്പോട്ട് രജിസ്ട്രേഷൻ ആണ്. അധികം ആൾക്കാർ അന്നത്തെ ദിവസം അല്ലെങ്കിൽ തലേ ദിവസമൊക്കെ ജോയിൻ ചെയ്യാം. പക്ഷെ അവർ ആ പരിപാടിക്ക് വന്നു കഴിയുമ്പോൾ എനിക്ക് അറിയില്ല കേട്ടോ, എന്തോ ഒരു എനിക്ക് തോന്നുന്ന ദൈവത്തിന്റെ ഒരു ബ്ലെസ്സിങ് ആണ്. അവിടെ എന്തോ ഒരു പോസിറ്റിവിറ്റി ഉണ്ട് ഈ നമ്മളിടത്തിന്റെ ഉള്ളില്. അവിടെ വന്നു കഴിഞ്ഞാൽ നീ തന്നെ ക്യാമറ കൊണ്ട് വരുമ്പോ കാണാറില്ലേ ആൾക്കാർ എങ്ങനെയാ അല്ലെ? എനിക്ക് ഭയങ്കര ഒരു അതിശയല്ലേ ശരിക്കും. അത് എനിക്ക് ഓർമ്മ ഡയറ്റായി നമ്മള് തുടങ്ങാനുള്ള കാരണം അന്ന് നമ്മള് എവിടെയാ നമ്മള് നിന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയിട്ട് ഇരിക്കുമ്പോഴല്ലോ ഒരു പോളി ക്ലിനിക്കിൽ പോയിരിക്കുമ്പോ ഒരു പെണ്ണ് വിളിച്ചിട്ട് ടീച്ചർ ഒരു 10 മിനിറ്റ് എന്നെ കേക്കോന്നൊക്കെ ചോദിച്ചു വിളിച്ചിട്ട് അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഇടിപിടി ഇങ്ങനെ തുടങ്ങിയതല്ലേ. 3 കൊല്ലായി. നീ നിനക്കറിയോ ഇപ്പൊ ഏകദേശം 10-2000 ആൾക്കാർ വന്നു പോയിട്ടുണ്ട് ഇപ്പൊ നമ്മളിടത്തില്. 3 കൊല്ലമൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഭയങ്കര സക്സസ് ആയി. സത്യം പറഞ്ഞാൽ എന്റെ ഒരു സ്വഭാവത്തിന് ഇതൊക്കെ മുന്നേ അടച്ചുപൂട്ടി പോകേണ്ട സമയം കഴിഞ്ഞു. കാരണം ഏത് കാര്യം തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ അതിനൊരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാറില്ലല്ലോ. പക്ഷെ എനിക്ക് നമ്മളിടത്തിൽ എന്താണാവോ അത് ഇനിയും തുടരണം എന്നുള്ള ഒരു തോന്നലാണ്. അതിനൊരു കാര്യം എന്താണെന്നറിയോ, ശരിക്കും ബാക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് പ്രവാസികളാ. ഈ നമ്മളിടത്തിൽ 2000 പേര് രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്നതില് ഒരു 500 പേരോളം പ്രവാസികളാ. അവരൊന്നും തന്നെ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. പക്ഷെ അവര് റെഗുലർ ആയിട്ട് പൈസ അടച്ച് അവർക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വൈബ് ഉണ്ടല്ലോ, അതന്നെ സെറ്റാ. പക്ഷെ സത്യത്തിൽ അവര് നാട്ടിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് എന്നെ കാണാൻ പറ്റാറില്ല, കാരണം അവർ ലീവിന് വരുന്ന സമയത്ത് നമ്മളിടെ ഉണ്ടാവാറില്ല. പക്ഷെ അങ്ങനെ വരുന്ന പ്രവാസികൾ ഉണ്ടല്ലോ, അവരാണ് ശരിക്കും നമ്മുടെ ഒരു ബാക്ക് ബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവരിത് എന്ത് വിശ്വസിച്ചിട്ടാ പറയണേ? എന്ത് കോൺഫിഡൻഷ്യാലിറ്റി ഉള്ള ഈ പ്രോഗ്രാമില്? അതിൽ സത്യം പറഞ്ഞാൽ അവർക്ക് എന്നോട് പറയുമ്പോ അവരെന്നെ ഒരു എന്താ പറയാ, അവരുടെ ഒരു സേവിയർ, അവരുടെ ഒരു രക്ഷകയായിട്ടാണ് അവരെന്നെ കാണണേന്ന് തോന്നണേ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ചില വീഡിയോസിൽ വന്നിരുന്നിട്ട് ഞാനിരുന്ന് കരയുമ്പോ അവര് പറയണേ, ഞങ്ങളുടെ ടീച്ചർ ഇങ്ങനെയല്ല, ടീച്ചർ കരയാൻ പാടില്ല. അവരെ വിചാരം അവരുടെ എല്ലാ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ എന്റെ കയ്യിലുണ്ട് എന്നുള്ളൊരു തോന്നലാന്ന് തോന്നണം. സത്യം പറഞ്ഞാൽ എനിക്ക് എന്തൊരു തേങ്ങ അറിഞ്ഞിട്ടാന്ന് എനിക്കറിയില്ല. ഞാൻ ഇമോഷണലി ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആവുന്ന ഒരാളാ. എന്റെ പ്രശ്നങ്ങൾ തന്നെ എങ്ങനെയാ പരിഹരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ അവർക്കൊരു ഭയങ്കര വിശ്വാസം എന്നോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ. ചില ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകുമ്പോ നമുക്ക് ചില ഡോക്ടേഴ്സിനെ കാണിക്കുമ്പോൾ നമുക്കറിയാം ഇവരെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അസുഖം വരും. അവര് ചിലപ്പോ നമുക്ക് തരണത് ഒരു കുപ്പിയിൽ ചിലപ്പോ വെറുതെ പച്ചവെള്ളവും മരുന്നും കൂടി ആവില്ലേ തരണ്ടാവും. പക്ഷെ ആ പച്ചവെള്ളം കുടിച്ചിട്ട് ആ ഡോക്ടർ പറയും ധൈര്യമായിട്ട് ഈ വെള്ളം കുടിച്ചോ, ഈ മരുന്ന് കഴിച്ചോ, ആ പച്ചവെള്ളം ഔട്ടാ. പക്ഷെ ആ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ എന്തിനധികം പറയണു. നിനക്ക് തന്നെ ഇപ്പോ ചില ടീച്ചർമാര് ഒരു പേന തന്നിട്ട് ഈ പേന കൊണ്ടുപോയി പരീക്ഷ എഴുതിക്കോ അപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വിശ്വാസം, ആ പേനോട് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ജയിക്കും. അതുപോലെ അവർക്കൊരു വിശ്വാസം എന്നോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ആവുന്നുള്ള ഒരു വിശ്വാസം. അപ്പൊ മനസ്സിന്റെ തോട്ടാണല്ലേ ശരിക്കും. ആ മനസ്സിന്റെ ഒരു തോന്നലാണ്. ആ
ആ ഡോക്ടറെ കാണിച്ചാൽ നമ്മുടെ അസുഖം മാറും, ആ ടീച്ചർ പഠിപ്പിച്ചാൽ നമ്മൾ ജയിക്കും. ഈ പേനോണ്ട് എഴുതിയാൽ നമ്മൾ ഇതാവും നോക്കിയിട്ട് നമ്മുടെ മനസ്സ് എന്തിന് വലിയ വലിയ ക്യാൻസർ പേഷ്യൻസ് ഒക്കെ അവരുടെ അസുഖം മാറ്റണത് അവരുടെ മനസ്സിന്റെ വിൽ പവർ കൊണ്ടാന്ന് പറയില്ലേ, അതുപോലെ നമ്മളെടുത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ സെറ്റ് ആവും അല്ലെങ്കിൽ എന്റെ പ്രശ്നങ്ങളൊക്കെ തീരും എന്നൊക്കെ പറയണത് തന്നെ ചിലര്. ഈ നമ്മളെടുത്തിൽ വേറൊരു കാര്യം കൂടി പറയണ്ടിട്ടാ, ഈ 3rd ആനിവേഴ്സറിയുടെ തലേ ദിവസം നമ്മളെടുത്തിൽ വന്ന ഒരു ടീമിന്റെ കല്യാണം, ഒരു ബൈജു സുചിത്ര, അവരുടെ രണ്ടുപേരുടെ കല്യാണം കൂടിയാണ് നമ്മളെടുത്തിൽ വന്നിട്ട് പരിചയപ്പെട്ട് മീറ്റ് ചെയ്തിട്ട്. അപ്പൊ അവർക്ക് ഇതിന്റെ ഇടയിൽ ആ ഒരു ആനിവേഴ്സറി ഓടുകൂടി അവരുടെ ഒരു വെഡിങ്ങിന്റെ വിഷസും കൂടി ബൈജുവിന് സുചിത്രയ്ക്ക് ഞാനിവിടെ പറയാണ്. അതാണ് നമ്മളിടത്തിലെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് അച്ചീവ്മെന്റ്. ജൂലൈ 6-ാം തീയതിയാണ് അവരുടെ കല്യാണം, ഗുരുവായൂർ വെച്ചിട്ടാ. നിന്റെ ബർത്ത്ഡേ അവര് കല്യാണ. അപ്പൊ നമ്മളിടത്തിൽ ഒന്ന് പരിചയപ്പെട്ടതാണ് അവര്. അപ്പൊ അങ്ങനെ നമ്മളിടം ഒരു മാട്രിമോണി ആയിട്ട് പക്ഷെ അത് ഭയങ്കരമായിട്ട് അത് പെട്ടെന്ന് സെറ്റായ ഒരു സംഭവമാണ്. നമ്മളെടുത്തിൽ വന്നിട്ട് കുറെ ആളുകൾക്ക് ഇപ്പോ കുറെ ക്യാൻസർ പേഷ്യൻസ് വന്നിട്ട് അവർക്കൊക്കെ ഭയങ്കര ആശ്വാസമായി. ചിലർക്ക് അതിന് ശേഷം ഡോക്ടേഴ്സ് പരിശോധിച്ച് കഴിയുമ്പോൾ അവർക്ക് കുറെ മാറ്റം വന്നു എന്നൊക്കെ പറയണ. ഈ ചിരിക്കാന്ന് പറയുന്നുണ്ടല്ലോ, അതൊരു ബെസ്റ്റ് മെഡിസിൻ ആണല്ലേ. അത് സത്യാട്ടാ. മ്യൂസിക് തെറാപ്പി അതുപോലെ. അപ്പൊ ഈ നമ്മളിടത്തിൽ ഇങ്ങനെ വന്നിട്ട് ബലം പിടിച്ചിരിക്കണവർക്ക് എന്താ ഇതിന് ലാഭം? അവർക്ക് അപ്പൊ ബാഡ് റിവ്യൂ ആവും. അവർക്ക് ബാഡ് റിവ്യൂ ആവും. അങ്ങനെ വളരെ കുറച്ച് ബാഡ് റിവ്യൂ ഉള്ള ആളുകളുണ്ട്. കാരണം നമ്മള് സന്തോഷം ഒരു പാക്കറ്റിന്റെ ഉള്ളിലാക്കിയിട്ട് കൊടുക്കാനും പറ്റില്ല. അവിടെ വന്നിട്ട് എന്നെ ജഡ്ജ് ചെയ്യാനായിട്ട് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ ജഡ്ജ് ചെയ്തിട്ട് തിരിച്ചു പോകാനേ ഉള്ളൂ. നിനക്കറിയാലോ, ഈ 3 കൊല്ലമായിട്ട് ഒരുപാട് ആളുകൾ എല്ലാ കാലവും ടീച്ചറെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു വന്നിട്ടുള്ള കുറെ ആൾക്കാരൊക്കെ കൊഴിഞ്ഞു പോയി. ഞാൻ പറയണത് അവർക്കുള്ള ഒരു റൈറ്റ് പ്ലേസ് അല്ലത്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഇത് എന്താ വന്ന ആൾക്കാർ ഞാനായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണ് പിന്നീട് കൊഴിഞ്ഞു പോവാ. അപ്പൊ എനിക്ക് അതിന്റെ കുറെ ഒരു വിഷമം തോന്നാ. നീ എന്നെ കാണാറില്ലേ, ഞാൻ കുറച്ച് സമയത്ത് ഡെസ്ക് പഠിച്ചൊക്കെ ഇരിക്കാറുണ്ട്. അപ്പോ അവര് പോയി ഇവര് പോയി, ഞാനായിട്ട് അത്ര ക്ലോസ് ഉള്ള ആളുകൾ പോയി. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് അത് എന്റെ പ്രശ്നം കൊണ്ടാണോന്ന്. ആക്ച്വലി അത് എന്റെ പ്രശ്നം കൊണ്ടല്ല. അവര് വരുന്നത് എന്തെങ്കിലും ഒക്കെ, അതായത് ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോഴാണ് ചില ആളുകൾ വരിക, അല്ലെങ്കിൽ ജീവിതത്തിൽ കുറെ പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് ആളുകൾ വരിക. അപ്പൊ ഞാൻ ഇവരെയൊക്കെ എന്താന്ന് വെച്ചാൽ ഒരു അമ്മക്കോഴി കുഞ്ഞിക്കോഴികളെ പിടിക്കണ പോലെ ഇങ്ങനെ ഒരു ചിറകിന്റെ കീഴിൽ ഇങ്ങനെ നിർത്തും. പക്ഷെ അവര് സ്വയം നിൽക്കാനായിട്ട് ഏബിൾ ആവുമ്പോ, അല്ലെങ്കിൽ അവർക്ക് പറ്റിയ ഒരു കൂട്ട് കിട്ടുമ്പോ, അല്ലെങ്കിൽ അവർക്ക് എന്താ പറയാ ഇവിടുന്ന് കിട്ടാനുള്ള കാര്യങ്ങൾ കിട്ടി കഴിയുമ്പോ അവര് പോണതാണ്. അപ്പൊ അത് പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് ഇവിടുന്ന് എന്താ പറയാ എന്തെങ്കിലും ഒരു ഗെയിൻ കിട്ടിയിട്ടാണ് പോണേ. ഗെയിൻ കിട്ടിയിട്ട് അപ്പൊ ആ രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്നും വിചാരിക്കാൻ പാടൂ ഇവരെന്നും എന്റെ ചിറകിന്റെ കീഴിൽ തന്നെ ഇരിക്കണം എന്ന് വിചാരിക്കുന്നത്. ഇത് പെർമനന്റ് അല്ല. അതായത് വേണമെങ്കിലും വന്നു പോവാം, ആർക്കും വേണമെങ്കിലും വന്നു പോവാം. അവർക്ക് കിട്ടാവുന്ന സംഭവം ഗെയിൻ കിട്ടും. അതായത് ജഡ്ജ് ചെയ്യാണ്ട് വരുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഗെയിൻ കിട്ടിയിട്ട് തന്നെയാണ് നമ്മളെടുത്ത് നിന്ന് പോകുള്ളൂ. അപ്പൊ ഞാൻ ഈ ജൂലൈ 12-ാം തീയതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സത്യം പറഞ്ഞാൽ നിന്റെ പരീക്ഷയും കഴിഞ്ഞിട്ട് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. അപ്പൊ ഈ 3rd ആനിവേഴ്സറി നമുക്ക് അടിച്ചു പൊളിക്കണം. അപ്പൊ കുറെ ആൾക്കാർ വേറൊരു സംശയമുണ്ട്, എന്തിനാ ഞാൻ പൈസ അടച്ച് വരണേ എന്നുള്ളതാണ്. അതിനെ കുറിച്ച് നിനക്ക് എന്നിട്ട് പറയാനുള്ള പൈസ ഇല്ലാണ്ട് ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കും? ഇല്ലല്ലോ. നമുക്ക് അങ്ങനെ പൈസ ഇല്ലാണ്ട് ചെയ്താൽ തന്നെ അത് വിജയിക്കൂല അല്ലെ. ഫ്രീ സർവീസ് നമുക്ക് എവിടെയും എന്ത് കാര്യം ഫ്രീ ആയിട്ട് ചെയ്യണതിന് അതിനൊരു വാല്യൂ ഉണ്ടാവില്ല, അതിനൊരു ആത്മാർത്ഥത ഉണ്ടാവില്ല. അപ്പൊ ഞാൻ അവരുടെ എന്റെ സമയമല്ലേ ഞാൻ ഇവർക്ക് കൊടുക്കണേ. അപ്പൊ ആ സമയം കൊടുക്കുമ്പോ അതിന് സ്വാഭാവികമായിട്ട് അതിനൊരു റിട്ടേണും കിട്ടുന്നുണ്ടല്ലോ അവർക്ക് അതിന് റിട്ടേൺ കിട്ടുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ പണ്ട് നമ്മൾ വിചാരിച്ച പോലെ പൂരപ്പറമ്പിലോ നമുക്ക് പരിപാടി നടത്താൻ പറ്റില്ലല്ലോ. പൂരപ്പറമ്പിൽ പരിപാടി നടത്താൻ പറ്റില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ലോ ക്ലാസ് സ്ഥലത്തൊന്നും നടത്താൻ പറ്റില്ല. ഇതിപ്പോ നമ്മൾ നടത്തുന്നത് പേൾ റീജൻസിയിലാണ്. പേൾ റീജൻസി എന്ന് പറഞ്ഞാൽ 4-star ഫെസിലിറ്റി ഉള്ള ഹോട്ടലാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഗൂഗിളിൽ റിവ്യൂ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം അവിടെ ചാർജസ് ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ചാർജസ് തന്നു വരുമ്പോഴാണ് അതിന് ഗെയിൻ ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഈ വീഡിയോന്റെ ലാസ്റ്റ് സ്കാനർ വെക്കാം. അപ്പൊ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടാ, ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടല്ലോ എന്നോട് കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല. അപ്പൊ തന്നെ ജോയിൻ ആവശ്യമുള്ളവർ പെട്ടെന്ന് ചേരും. ആവശ്യമുള്ളവർ എന്നോട് ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല. ആവശ്യമുള്ള ആളുകൾ എനിക്ക് ആ നമ്പറിൽ മെസ്സേജ് അയച്ച് ടീച്ചറെ സ്കാനർ അയക്കൂ എന്നാണ് പറയാ. അവരപ്പൊ തന്നെ ജോയിൻ ചെയ്യും. ആവശ്യമില്ലാത്ത ആളുകളാണ് ഇതിൽ വന്ന എന്ത് കിട്ടും, ഇതിൽ വന്ന എന്ത് തരും, എനിക്ക് എന്ത് ബെനിഫിറ്റ് ഉണ്ട്, അങ്ങനെ കുറെ ചോദ്യം ചോദിക്കുന്ന ആൾക്കാർ അത് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കണില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ കാര്യം. അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് ജൂലൈ 12-ാം തീയതി 3rd ആനിവേഴ്സറി നമ്മളിടം പേൾ റീജൻസിയിൽ തൃശ്ശൂർ വെച്ച് കാണാം, അടിച്ചു പൊളിക്കാം. അപ്പൊ നമ്മളിടെന്ന് പറഞ്ഞാൽ അപരിചിതർ ഒരു കുടുംബമായി മാറുന്നിടം.